രാവിലെ തന്നെ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയായി കേട്ടോ. ഇന്ന് നെയ്ച്ചോറൊക്കെയാണ് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ട് അരി ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അരി ഇട്ടത്. ഇനി ഇത് ലാസ്റ്റായിട്ട് ചർലാസും കൂടി ഉണ്ടാക്കാനുള്ളൂ. പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് കടലക്കറി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയും കൂടി ഉണ്ടാക്കാനുള്ളേ. അതോടെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് എനിക്ക് വിഷമമാവുന്നത് കേട്ടോ. കാരണം ഇന്നലെ ഉച്ചവരെ ക്ലാസ്സുള്ളൂ, അതുകൊണ്ട് ഉച്ചയാകുമ്പത്തേനും വരുമല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിൽ വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട്, അത് വൈകുന്നേരം വരെ തന്നെ ഇരിക്കണ്ടേ. അത് ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. രാവിലെ ഓരോ പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിൽ വിചാരിക്കും, അയ്യോ വൈകിട്ട് വരെ തന്നെ ഇരിക്കണമല്ലോ എന്ന്. എന്തായാലും അവർക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ദോശയും കടലക്കറിയാണ്. മൈദ വെച്ചിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. പൊറോട്ടയുടെയൊക്കെ ആ രുചി പോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഈ ദോശയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയും, ആ പൊറോട്ടയുടെ രുചി പോലെ ഉണ്ട്, പൊറോട്ടയാന്ന് ഓർത്ത് കഴിക്കാമെന്നൊക്കെ പറയുവേ. അപ്പോൾ സച്ചു അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. റിച്ച് കഴിക്കാൻ വേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി. ഇതാ റിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് വന്ന് ഷൂ ഒക്കെ ഇടുവാണ്. ഇന്നും കളർ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അവർക്ക്. റിച്ചുവിനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനിവിടെ കുറച്ച് കാട് പറിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് നല്ല കാടുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ പറിക്കുവാണെങ്കിൽ കാട് വല്ലാണ്ടായി വരാണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് കാട് പറിച്ചപ്പോൾ അപ്പുറത്തൊരു ചീനിത്തൈ നിൽക്കുന്നുണ്ടായിരുന്നേ. അത് ഞാൻ ഇതിനകത്തോട്ട് കൊണ്ട് നട്ടു വെച്ചു. കാന്താരിമുളക് ഉണ്ടായിരുന്നത് മുഴുവനും ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നട്ടു വെക്കണം, എന്നാലേ ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു പൂച്ച 2-3 ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ വന്ന് എന്നെ കണ്ടപ്പോഴത്തേനും ഓടിപ്പോയി കേട്ടോ. ഞാൻ എന്നിട്ട് ചോറ് തരാമെന്ന് പറഞ്ഞപ്പം വന്നതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് ചോറ് കൊടുത്തപ്പോൾ ആ ചോറ് മുഴുവൻ കഴിച്ചിട്ട് തിരിച്ചു പോയി. അതിന് നല്ല വിശപ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നു.